പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ചുരം ബദൽ റോഡ് നിർമ്മാണ ഏകോപനത്തിനായി നോഡൽ ഓഫീസർമാരെ നിയോഗിക്കാൻ തീരുമാനം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഒക്ടോബർ 25-നകം പ്രാഥമിക DPR തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ബദൽ റോഡ് വൈകുന്നുവെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ബദൽ പാതയ്ക്കായി എന്തൊക്കെ നടപടികളാണ് ഏകോപിപ്പിച്ചു വരുന്നത്? ദിവ്യ, ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം എടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകോപനത്തിനായി ഈ നോഡൽ ഓഫീസർമാരെ തീരുമാനിച്ചതാണ്. ഇതിൽ കോഴിക്കോട് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാഷിം BK ആണ് ഈ പൊതുമരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ ഏകോപനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ മറ്റു വകുപ്പുകളുമായുള്ള ഏകോപനത്തിനായി പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷിബു IAS-നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒക്ടോബർ 25-നകം തന്നെ പ്രാഥമിക DPR തയ്യാറാക്കാനും അതിന് പിന്നാലെ വിശദമായ ഒരു DPR തയ്യാറാക്കാനും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ നിലവിൽ ഈ തുരങ്കപാത അതുപോലെയുള്ള വലിയ വൻകിട പദ്ധതികൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുരം ബദൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവ് കുറഞ്ഞ നിർമ്മാണങ്ങളൊക്കെ തന്നെ സർക്കാർ മനഃപൂർവ്വം വൈകിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നേരത്തെ തന്നെ പദ്ധതി പ്രഖ്യാപനം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് മീഡിയ വൺ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തും ഒരു സുപ്രധാന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 25-നകം പ്രാഥമിക DPR തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒക്ടോബർ 15-നുള്ളിൽ ഈ റോഡിന്റെ അലൈൻമെന്റ് പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന കോഴിക്കോട് വയനാട് ജില്ലകൾ തമ്മിലുള്ള ദൂരം കുറയും. അതുപോലെ തന്നെ എളുപ്പത്തിൽ ചുരം ഇല്ലാതെ തന്നെ യാതൊരു പ്രയാസവും കൂടാതെ ആളുകൾക്ക് വയനാട്ടിലേക്കും കോഴിക്കോട്ടേക്കും യാത്ര ചെയ്യാനാകുന്ന തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന നിലയ്ക്ക് തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് സാധ്യമാകുന്നതിന് വേണ്ട നടപടികളാണ് യാഥാർത്ഥ്യമാകുന്നതിലപ്പുറം എത്രത്തോളം വേഗത്തിൽ എളുപ്പത്തിൽ ഈ ബദൽ പാത യാഥാർത്ഥ്യമാകും? നമുക്ക് തീർച്ചയായും ദിവ്യ, അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒക്ടോബർ 15-നകം തന്നെ അലൈൻമെന്റുകൾ പൂർത്തിയാക്കാനും അതുപോലെ ഒക്ടോബർ 25-ന് പ്രാഥമികമായിട്ടുള്ള DPR തയ്യാറാക്കാനുമുള്ള നിർദ്ദേശം ഈ ഉന്നതതല യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ ഈ പ്രാഥമിക DPR തയ്യാറായതിനു പിന്നാലെ തന്നെ വിശദമായ DPR തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാനുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി ഒരു നോഡൽ ഓഫീസറും കൂടാതെ പൊതുമരാമത്ത് വകുപ്പിലെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു നോഡൽ ഓഫീസറും, അങ്ങനെ 2 നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായി എത്രയും പെട്ടെന്ന് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഉന്നതതല യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ചുരം ബദൽ റോഡ് നിർമ്മാണ ഏകോപനത്തിനായിട്ടാണ് നോഡൽ ഓഫീസർമാരെ നിയോഗിക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. വിശദാംശങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്.